ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 11 മുതലുള്ള വാക്യങ്ങൾ. ധൂർത്തപുത്രൻ്റെ ഉപമയെക്കുറിച്ച് യേശു പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവനെല്ലാം ചെലവഴിച്ച് കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിന ക്ഷാമം ഉണ്ടാകുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടി. അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആശിച്ചു. പക്ഷേ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. അവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. ഞാൻ അവസാനത്തെ ഭാഗമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. ആദ്യത്തെ ഭാഗത്ത് നമ്മൾ പിതാവിൻ്റെ സ്നേഹം കാണുന്നുണ്ട്, മകൻ്റെ പശ്ചാത്താപം കാണുന്നുണ്ട്, മകൻ്റെ തിരിച്ചുവരവ് കാണുന്നുണ്ട്. എന്നാൽ പിതാവിൻ്റെ ഈ സന്തോഷവും ഈ സ്നേഹവും ഈ വിരുന്ന് സൽക്കാരവും എല്ലാത്തിൻ്റെ പിന്നിൽ ഒരു കാര്യം പിതാവ് പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ പിതാവ് പറയുകയാണ്, എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുക? എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. പിതാവ് പറയുകയാണ്, എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അതുകൊണ്ടാണ് പിതാവ് അവിടെ ആർത്ത് ഘോഷിക്കുന്നത്. ദൂരെ ആയിരുന്ന മൂത്ത മകൻ ഇത് കേട്ട് അന്വേഷിച്ചു, എന്തുകൊണ്ടാണ് അവിടെ ഒരു ബഹളം കേൾക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, നിന്റെ സഹോദരൻ ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. അസൂയപ്പെട്ട് പിതാവിൻ്റെ അടുക്കൽ ചെന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് ഇന്ന് വരെ എനിക്ക് വേണ്ടി ഇതുപോലെ ഒരു സൽക്കാരം നടത്തിയിട്ടില്ല, എന്തുകൊണ്ട് ഇവൻ തിരിച്ചു വന്നപ്പോൾ ഇത് ചെയ്തു? അപ്പോൾ പിതാവ് വീണ്ടും പറയുന്നുണ്ട്, അതേ ലൂക്ക 15 32-ാമത്തെ വചനത്തിൽ പിതാവ് ഈ മൂത്ത മകനോട് പറയുകയാണ്, നിന്റെ ഈ സഹോദരൻ മരിച്ചവനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു. എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു. നിന്റെ സഹോദരൻ മരിച്ചവനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു. ഇന്ന് എൻ്റെ വിഷയം ജീവിക്കുന്നവരാണോ മരിച്ചവരാണോ എന്നുള്ളതാണ്. ഞാനും നിങ്ങളും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ടെലിവിഷനിലൂടെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കട്ടെ. നിങ്ങളിപ്പോൾ ജീവിക്കുന്നവരാണോ മരിച്ചവരാണോ? ഇവിടെ നമ്മൾ ജീവനെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ അത് ശരീരത്തിൻ്റെ ജീവനല്ല, ശരീരത്തിൻ്റെ മരണമല്ല. കാരണം ശാരീരികമായിട്ട് ജീവിക്കുന്ന ഒരു മകൻ ശരീരത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ പിതാവിൻ്റെ ഭവനത്തിൽ വന്നിട്ടുണ്ട്. ആ ശരീരത്തിൽ ജീവനുള്ള മകനെക്കുറിച്ച് പിതാവ് പറയുന്നു, ഇവൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ അവൻ ജീവിക്കുന്നു. അപ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം നമ്മളോട് വ്യക്തമാക്കുന്നത്? മരണത്തെക്കുറിച്ച് ദൈവം ഇവിടെ പറയുമ്പോൾ എന്താണ് ഈ മരണം? പിതാവിൽ നിന്നും വേർപെട്ടു പോയ ആ അവസ്ഥയാണ് ദൈവം മരണം എന്ന് വിളിക്കുന്നത്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എന്താണെന്ന് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് അവിടുത്തോട് കൂടി ആയിരിക്കുവാനായിരുന്നു. ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ,
ദൈവത്തെ സേവിക്കുവാൻ ദൈവവുമായിട്ട് കൂട്ടായ്മയിലായിരിക്കുക. ദൈവത്തിന് മനുഷ്യനെ കൊണ്ടുള്ള പ്ലാൻ, ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ ദൈവവുമായിട്ട് സ്നേഹബന്ധത്തിലായിരിക്കണം, ദൈവവുമായിട്ട് ഐക്യപ്പെട്ടിരിക്കണം. ഈ അവസ്ഥയിലല്ല നമ്മൾ ഓരോരുത്തരും ശാരീരികമായിട്ട് ഈ ഭൂമിയിലേക്ക് ജനിച്ചത്. ആദം ചെയ്ത പാപം, പർദീസായില് ആദവും ഹവ്വായും ചെയ്ത പാപം മറ്റൊന്നുമല്ല. അവർ ദൈവത്തിൻ്റെ വചനം ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ വാക്കുകളെ അവിശ്വസിച്ചിട്ട് സാത്താൻ പറഞ്ഞത് കേട്ട് അവൻ്റെ പിന്നാലെ പോയി. പിതാവിൻ്റെ ഭവനത്തിൽ നിന്നും ആദവും ഹവ്വായും പോയി. അത് സൂചിപ്പിക്കുന്നതാണ് ഈ ഉപമ. അങ്ങനെയുള്ള മാതാപിതാക്കളുടെ സന്തതികളായിട്ട് നമ്മൾ പിറന്നു വീഴുന്നതേ പിതാവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച്. അപ്പോൾ ആത്മാവിൽ മരിച്ചവരായിട്ടാണ് നമ്മൾ ഇവിടെ കടന്നു വരിക. ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ നമ്മളുടെ അവസ്ഥ എന്താണ്? ആത്മീയമായിട്ട് ഇപ്പോഴും മരിച്ചവരാണോ അതോ ജീവിക്കുന്നവരാണോ? ഈ ഉപമ പറഞ്ഞ യേശുനാഥൻ ഇന്ന് എന്നെയും നിങ്ങളെയും കണ്ടുകൊണ്ട് എന്തു പറയും? എൻ്റെ ഈ മക്കൾ മരിച്ചവരാണോ ജീവിക്കുന്നവരാണോ? നമ്മളെക്കുറിച്ച് പിതാവ് ഇന്ന് സ്വർഗത്തിൽ വലിയ വിരുന്ന് സൽക്കാർ ഒരുക്കിക്കൊണ്ട് യേശു പറഞ്ഞു, ഒരു പാപിയുടെ മാനസാന്തര നിമിത്തം സ്വർഗത്തിൽ വലിയ മാലാഖമാരുടെ വലിയ ആഘോഷമുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആഘോഷിക്കുന്ന എപ്പോഴാണ്? ഞാനും നിങ്ങളും ഇപ്പോൾ ദൈവവുമായിട്ട് ഒരു സ്നേഹബന്ധത്തിൽ വരുന്ന ആ സമയത്താണ് നമുക്ക് ജീവൻ ഉണ്ടാകുക, നമ്മളുടെ തിരിച്ചുവരവ്. ഹല്ലേലൂയ. ആത്മാവിൽ മരിച്ചിരുന്നിട്ടും നമുക്ക് മനുഷ്യന്റെ നിയമങ്ങൾ പാലിക്കാം. ദൈവം മോശയിലൂടെ കൊടുത്ത 10 പ്രമാണങ്ങൾ പാലിക്കാം. നമുക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർവഹിക്കാം, പ്രാർത്ഥനകൾ ചൊല്ലാം, ബലികൾ അർപ്പിക്കാം. അതുകൊണ്ട് നമുക്ക് ഈ സ്നേഹബന്ധം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇവിടെയാണ് മനുഷ്യന്റെ അന്ധത. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടവരാണ്. ആ ദൈവത്തിൻ്റെ ജീവൻ നമുക്ക് വീണ്ടും കിട്ടുന്നത് നമ്മൾ വീണ്ടും ദൈവവുമായിട്ട് വ്യക്തിപരമായ സ്നേഹബന്ധത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ദൈവം വിശേഷിപ്പിക്കുന്നത് ഇവൻ ജീവിക്കുന്നവനാണെന്നും. ഹല്ലേലൂയ. അല്ലാതെ നമ്മളുടെ പ്രാർത്ഥനയുടെ ഗംഭീരമല്ല, നമ്മൾ എന്തുമാത്രം നിയമങ്ങൾ പാലിക്കുന്നതല്ല, നമ്മൾ എന്തുമാത്രം ബലികൾ അർപ്പിക്കുന്നതല്ല, നമ്മൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അർപ്പിക്കുന്നതല്ല. ഇതൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തെ അറിയാതെ ജീവിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള അവസ്ഥയാണ് മരണം എന്ന് സൂചിപ്പിക്കുന്നത്. യേശു കടന്നു വന്നപ്പം യേശുവിന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന കൂട്ടര് വ്യഭിചാരിയും കള്ളുകുടിയന്മാരും കൊലപാതകളൊന്നും അല്ലായിരുന്നു. ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അന്നത്തെ ഫരിസേയന്മാരായിരുന്നു, നിയമജ്ഞന്മാരായിരുന്നു. അവർ നിയമത്തിൻ്റെ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അതിനെ മുറുകെ പിടിച്ചവരാണ്. അവരോർത്തു അതിലാണ് രക്ഷയെന്ന്. അവരെ നോക്കിയാണ് കർത്താവ് പറഞ്ഞത് വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന്. കുഴിമാടത്തിൽ ചെന്നാൽ കാണുന്ന എന്നതാ മരണം. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ ഫരിസേയന്മാര് ഭക്തിയുടെ ബാഹ്യരൂപം കൊണ്ട് വെള്ള പൂശി, എന്നാൽ ദൈവം നോക്കുമ്പോൾ അവൻ്റെ ആത്മാവ് മരിച്ചിരിക്കുന്നു. കാരണം ദൈവവുമായിട്ട് ബന്ധമില്ല. ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ കടന്നു വന്ന് ഉല്ലസിച്ച് കരങ്ങൾ കൊട്ടി പാട്ടുപാടി സ്തുതിക്കുമായിരിക്കാം. അതും ജീവിക്കുന്നതിൻ്റെ ലക്ഷണമാകണമെന്നില്ല. ഞാനും നിങ്ങളും ജീവിക്കുന്നെന്ന് ദൈവം പറയുന്നത് ദൈവവുമായിട്ട് വ്യക്തിപരമായ സ്നേഹബന്ധമുണ്ടോ? ഹല്ലേലൂയ. ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കാതെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ വർണ്ണിച്ച് മുഴിപ്പിച്ച് കേൾക്കുമ്പം നമുക്കൊരു സന്തോഷം തോന്നും. ധൂർത്തുപുത്രൻ്റെ തിരിച്ചുവരവരെ കുറിച്ച് കേൾക്കുമ്പം വലിയ സന്തോഷം തോന്നാറില്ല. മാനസാന്തരപ്പെട്ടവർക്ക് സന്തോഷം തോന്നും. എന്നാലും ഇതിൻ്റെ എല്ലാം പിന്നിൽ നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു വലിയ ആത്മീയ സത്യമാണിത്, ദൈവത്തിലേക്കുള്ള തിരിച്ചുവരവ്. കാരണം ദൈവം നമ്മളെ എന്തിനു സൃഷ്ടിച്ചു? ദൈവത്തിൻ്റെ ആ പ്ലാനിലേക്ക്, ആ പദ്ധതിയിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പം അപ്പോൾ മാത്രമേ ജീവനുള്ളൂ. അങ്ങനെ ജീവിക്കുന്നവർക്കുള്ളതാണ് സ്വർഗരാജ്യം.